ചെങ്ങൈമാരെ, ഹൃദയം കൊടുത്താലോചിക്ക്. അല്ല തന്ന ഹൃദയത്തിന് പൂട്ടിടാതെ അവരുടെ ഹൃദയത്തെ അവർ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? എന്താ ഹൃദയം തുറക്കാത്ത? തുറന്നു നോക്ക്, ഹൃദയം തുറന്ന് ചിന്തിക്ക്. ആദർശം വിട്ടുപോയി, എവിടെ ഊണുപോയി, ചോർന്നുപോയി, സ്വർണം പോയ പോലെ. ആശയമില്ല, ഇസ്ലാമില്ല. ഇസ്ലാമിലെ വിശ്വാസങ്ങളോ കർമ്മങ്ങളോ ആചാരങ്ങളോ രീതികളോ എവിടെയാണുള്ളത്? സമസ്ത എന്ന് പറഞ്ഞാൽ ദർഗയല്ലാത്തൊരു പരാമർശമില്ല. അതാണ് കാണാ കാഴ്ചകളിൽ A to Z. സമസ്ത എന്ന് പറഞ്ഞാൽ തന്നെ എന്തറിയോ, സയാമീസ് ഇരട്ടകളെ പോലെയാ സമസ്തയും ദർഗയും. ഇത് രണ്ടും സയാമീസ് ഇരട്ടേനെ പോലെയാ. ഒന്ന് വേർപെടുത്തിയ ഒന്നില്ല. ദർഗല്ലേ സമസ്തല്ല, സമസ്തല്ലേ ദർഗല്ല. നിങ്ങളുടെ ദീനേതാണ്? ജൂതന്മാരെ ദീനാണ്. പച്ചയായി ഞാൻ ഉറക്കെ തുറന്നു പറയാ, ഈ സദസ്സിന് ഇഷ്ടപ്പെടുമോ നാട് ഇഷ്ടപ്പെടുമോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ശുദ്ധ ജൂതായുസമാണ് ഇന്നത്തെ കേരളത്തിലെ സമസ്ത. അതെല്ലാരും ഈ ധൈര്യത്തിൽ പറയില്ല. ഞാനത് പറയുന്നുള്ളതാണ് എന്റെ കുഴപ്പം. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഖുർആനെതിരാണെന്നോ ഹദീസിനെതിരാണെന്നോ ആർക്കും പറയാൻ വയ്യ. ശുദ്ധ ജൂതായുസമാണ്. ജൂതനെ അല്ല എന്തൊന്നുകൊണ്ട് ശപിച്ചോ അത് നിങ്ങൾ ചെയ്ത നിങ്ങളെ ശപിക്കും, ഞങ്ങൾ ചെയ്താ ഞങ്ങളെ ശപിക്കും, ഞാൻ ചെയ്ത എന്നെ ശപിക്കും. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഈ കിതാബ് ഒന്നും ഓതണ്ട. ജൂതനെ അല്ല ശപിച്ചു, അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? ഉണ്ട്. സഹിയാണോ? അതെ. എന്തിന്റെ പേരിലായിരുന്നു അള്ളവരെ ശപിച്ചത്? കബർ കെട്ടി ഉയർത്തിയിട്ട് അവിടെ ആരാധന നിർവഹിച്ചിട്ട്. അത് നിങ്ങളും ചെയ്യുന്നു. ആ പണി നിങ്ങൾ ചെയ്ത നിങ്ങളെ അല്ല ശപിക്കും. അത് ഭീമാ പള്ളിയാകാം, മൊനമ്പം പള്ളി, എവിടെ കബറിന്റെ കടലിന്റെ അടുത്ത് ദർഗണ്ടോ, എവിടെ ദർഗണ്ടോ ആ സമൂഹത്തിന് സംസ്കാരം ഉണ്ടാവും. എവിടെ ദർഗണ്ടോ ആ സമൂഹം സംസ്കാരമില്ലാത്തവരാണ്. ഞാൻ ഉറക്കെ വിളിച്ചു പറയും, 1000 കുതിരശക്തിയോടെ. എവിടെ അല്ലല്ലാത്ത ആരാധിക്കുന്ന ദർഗയുണ്ടോ ആ ദർഗയുടെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന സമൂഹം ലോകത്തിലേറ്റവും സംസ്കാരം കുറഞ്ഞവരായിരിക്കും. നിങ്ങൾക്ക് പരിശോധിക്കാം. ഉള്ളാളം, ഭീമാപള്ളി, അജ്മീർ, നാഗൂർ. ഇന്നലെ സക്കാഫിയാണ് കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞുതരാം. അള്ളാനെ പടിക്ക് പുറത്ത് വെച്ച് പിണ്ടം വെച്ച് പടിയടക്കി. അതാണ് സമസ്തക്ക് ഡിഗ്രി കിട്ടുന്നത്. എന്തിന്? അള്ളാനെ പടിയടച്ച് പുറത്താക്കുക. പടച്ചോനായിട്ട് ഈ ഉമ്മത്തിനൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. എന്നാലേ ഓൾക്ക് ജീവിക്കാൻ പറ്റൂ. പടച്ചോനായിട്ട് നേരിട്ട് കണക്ഷൻ ഉണ്ട്. പടച്ചോന് പോക്കറ്റിലെ കായ് വേണ്ടല്ലോ, വേണോ? ഇവിടുത്തെ ഈ പഠിക്കല മുഹമ്മദിന്റെയോ ഈ പഠിക്കല ആമയക്കുട്ടിന്റെ പോക്കറ്റിലെ 10 റുപ്യ വാങ്ങാൻ അല്ലെന്താ യാചകന? അള്ളാന്റെ ഖജനാവിൽ ഇഷ്ടം പോലെ ഇറുസുക്കുല്ലേ, അറിയാലോ. പടച്ചോന് ഭക്ഷണ ആവശ്യമില്ല. പടച്ചോന് മുസ്ലിയാക്കന്മാരെ അള്ളാനെ പോലെയാ. ഓൾക്ക് കായ് വേണോ? അതിന് ഈ പാവങ്ങളെ ചൂഷണം ചെയ്യണം. ജാതി മതഭേദമന്യേ ഏവരെയും വീരാനൗലിയ ഉപ്പാപ്പയുടെ മക്കാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉപ്പാപ്പയുടെ മക്കാമിലേക്കുള്ള നേർച്ച വസ്തുക്കളോ മറ്റുള്ള സാധനങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉപ്പാപ്പയുടെ മക്കാമിലേക്ക് മാത്രം എത്തിച്ച് മക്കാമിൽ നിന്ന് അതിന്റെ റെസീപ്റ്റ് കൈപ്പറ്റേണ്ടതാണ്. നേർച്ച പൈസകളും സാധനങ്ങളും തിരിച്ചെടുക്കുന്നതിന് മക്കാമിൽ